മാനത്തെ ചിങ്കാരത്തോപ്പിൽ ഓരോ ഞാലിപ്പൂവൻ പഴത്തോട്ടം കാലത്തും വൈകിട്ടും പൂവാളത്തേനുണ്ണാൻ ആ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു. തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി രാഗം ശ്രീരാഗം പാടൂ. നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂവും വാനം പാടി. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വൃന്ദയാണ് ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം വൃന്ദ. വൃന്ദ എവിടെയാണ് താമസിക്കുന്നത്? അബുദാബി നിന്ന് വരുവാണല്ലേ? ഒത്തിരി സന്തോഷം. ഇത്രയും ദൂരെ നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പാട്ട് പഠിച്ചിട്ടുണ്ടോ വൃന്ദ? പാട്ട് കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ 10th ഒക്കെ ആയപ്പോൾ സ്റ്റോപ്പായി പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴും ബ്രേക്കായിട്ട് കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പോയി പഠിക്കുന്ന പോലെ അത്ര ഒരു ഇത് ഓൺലൈനിൽ അത്ര ഒരു സുഖം കിട്ടില്ലല്ലേ ശരിക്കും. പക്ഷെ ഇപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെയാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. കൂടുതലും ഇപ്പോൾ ഓൺലൈനാണ്. കാരണം പോയി പഠിക്കാൻ മെയിനായിട്ടും സമയമില്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ പഠിക്കാമല്ലോ. അതെ. അപ്പോൾ വൃന്ദ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ടോ? ചാൻസ് കിട്ടുമ്പോഴൊക്കെ പോയിട്ട് പാടാറുണ്ട്. അപ്പോൾ പാട്ട് അത്രയ്ക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാംസ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് പാട്ട് ഇഷ്ടമുണ്ടെങ്കിൽ അബുദാബി എന്നല്ല ഇനി എവിടെ നിന്നാലും നമ്മൾ എത്തും ഉറപ്പായിട്ടും. അതെ. അപ്പം നമുക്ക് വൃന്ദയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. നന്നായിട്ടുണ്ട് കേട്ടോ വൃന്ദ. അപ്പോൾ പഴയ പാട്ടുകളാണോ ഇഷ്ടം? പഴയ പാട്ടുകളാണ് കൂടുതലും ഇഷ്ടം. നമ്മൾ കുട്ടിക്കാലത്ത് ഇങ്ങനെ കേട്ട് കാതിലിങ്ങനെ തഴമ്പിച്ച് കിടക്കുന്ന പാട്ടുകളാണ് ഇതെല്ലാം. പഴയ പാട്ട് മറക്കില്ലല്ലേ? നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും അത് ഉണ്ടാവും. അതെ. അത് എല്ലാവർക്കും, എനിക്കും പഴയ പാട്ടുകൾ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡും 2 മക്കളും, മോളും മോനും. മോളിപ്പം വർക്ക് ചെയ്യുന്നു, മോൻ പഠിക്കുന്നു. രണ്ടുപേർക്കും പാട്ട് എങ്ങനെയാണ് പാടാറ്? 2 പേരും പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 2 പേർക്കും അത്ര ഇതില്ല. എന്നെ പോലെ അത്രയും പാട്ടിന് കൊണ്ട് നടക്കുന്നില്ല അവര്. മടിയാണ് പാടാനായിട്ട് ശരിക്കും. മോനാണ് കുറച്ചുകൂടി നല്ല ഭാവമൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവൻ പാടുന്നില്ല, മടിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന്റെ ഒരു ഇൻട്രസ്റ്റ്. അതെ. അവർക്ക് കുറച്ച് ഫാസ്റ്റ് ലൈഫൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിലാണല്ലോ അവരുടെ. ഇതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ? മോള് പിന്നെയും കുറച്ചുകൂടി പാടാനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പഠിക്കുന്നുണ്ടോ മോള്? പാട്ട് ഇല്ല, പഠിച്ചു തുടങ്ങിയില്ല. പിന്നെ നമുക്ക് അടുത്ത് ഈ മലയാളം അല്ലാതെ വൃന്ദയ്ക്ക് മറ്റ് ലാംഗ്വേജസ് എങ്ങനെയാ പാടാൻ? അത് അത്ര കൂടുതലും മലയാളമാണ് പാടാറുള്ളത്. അപ്പോൾ ഒരു മലയാളം പാട്ടിലേക്ക്. പിന്നെ പഴയ പാട്ടുകളിൽ മാധുര്യമ്മയുടെ പാട്ടുകളാണ് കുറച്ച് കൂടുതൽ. അപ്പം നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാൽ. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികൾ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ
അനുരാഗ കവിത വിരിഞ്ഞു. ശ്രാവണ ചന്ദ്രിക പൂ ചൂടിച്ചു. ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികൾ അനുരാഗ കവിത വിരിഞ്ഞു. ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. അനുപല്ലവി അറിയോ? പല്ലവി കുറച്ച് ഹൈ പിച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല, പാടിക്കോളൂ. നീലാകാശ താമരയിലെ നക്ഷത്രലിപിയിൽ പവിഴ കൈനക മുനയാൽ പ്രകൃതിയ കവിത പകർത്തി വെച്ചു. അന്നതു ഞാൻ വായിച്ചു. വന്നു കണ്ടു കീഴടക്കി എന്നെ കേളി പുഷ്പമാക്കി. നന്നായിരുന്നു വൃന്ദ. അപ്പോൾ മലയാളം പാട്ടുകളാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ പഴയ പാട്ടുകൾ ഒത്തിരി കേൾക്കാറുണ്ടോ? ഉണ്ട്. വർക്ക് ചെയ്യല്ലേ? എവിടെ വർക്ക് ചെയ്യുന്നത്? അബുദാബിയിൽ തന്നെയാണ്. അബുദാബിയിലാണ്. അപ്പോൾ ഈ വർക്കും പാട്ടും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? അതുകൊണ്ട് പ്രാക്ടീസ് ഒന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. പാട്ട് പാടാനായിട്ട് ചിലപ്പം ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും എനിക്ക് ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പം അർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നേരം ഇരിക്കേണ്ടി വരും. അപ്പോൾ എനിക്ക് വീട്ടിലെ പണിയും പിന്നെ ബാക്കിയെല്ലാം കൂടി മാനേജ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ കുറച്ച് വീക്കെൻഡ്സ് ആണ് കുറച്ചുകൂടിയും. അതെ അതെ. പിന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പാട്ടുകൾ കേൾക്കാൻ സമയം കിട്ടാ, ആ ഡ്രൈവിങ്ങിന്റെ ആ ഒരു ടൈം കിട്ടാറുണ്ടല്ലോ, അത് യൂട്ടിലൈസ് ചെയ്യും. അത് ആ സമയം നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമല്ലേ. അതെ. എന്നാലും ജോലിയുടെ പിന്നെ എല്ലാം തിരക്കിനിടയിൽ പാട്ടും അതിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. പിന്നെ ഹസ്ബൻഡ് എവിടെയാ? ഹസ്ബൻഡ് ഇപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പം റീസെൻ്റ്ലി. ഓക്കെ ഓക്കെ. സ്പെയർ പാർട്സിൻ്റെ ബിസിനസ്. സ്പെയർ പാർട്സിൻ്റെ ഹസ്ബൻഡ് സപ്പോർട്ടാണല്ലോ? ആണ്. ആള് എന്നേക്കാൾ കൂടുതലായിട്ട് പാട്ട് കേൾക്കുന്ന ആളാണ്. അത് ശരി. പിന്നെ അഭിപ്രായമൊക്കെ പറയും. പാട്ട് ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പാട്ട് സജസ്റ്റ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴെങ്കിലും അങ്ങനെ ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഓർമ്മയുണ്ടോ? അത് രണ്ടുപേര് പാടാവോ? പാടാം. പുത്തൻ പുടവഞ്ഞുറിഞ്ഞുടുത്താട്ടെ, കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. പുത്തൻ പുടവഞ്ഞുറിഞ്ഞുടുത്താട്ടെ, കാതിൽ മുക്കുറ്റി കമ്മലെടുത്തണിഞ്ഞാട്ടെ. കല്ലി പെണ്ണെ നിന്നെ കന്നാലി ചെറുക്കൻ്റെ കല്യാണ പന്തൽ വന്നിരുന്നാട്ടെ. കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കോട്ടിനിണയല്ലേ കൊഞ്ചും മൊഴിയല്ലേ കൂടെ വരൂ. വളരെ നല്ലൊരു പാട്ടല്ലേ? നല്ല പാട്ടാണ്, കിട്ടുന്ന പാട്ട്. കേൾക്കുമ്പോഴേ നമുക്ക് ഒരു സന്തോഷമാണ്. നല്ലൊരു പാട്ട്. ദക്ഷിണമൂർത്തി സ്വാമിയുടെ പാട്ടല്ലേ? തീർച്ചയായിട്ടും നന്നായിട്ട് പാടി കേട്ടോ വൃന്ദ. പ്രത്യേകിച്ച് ഹസ്ബൻഡിന് ഇഷ്ടമായ പാട്ടായതുകൊണ്ടായിരിക്കുമല്ലേ ഇത്രയും ഫീലോടുകൂടെ പാടാനും പറ്റിയത്. അപ്പോൾ പാട്ട് ഇനി പഠിക്കണം ശരിക്കും. നമുക്ക് ആ സമയം കണ്ടെത്തണം വൃന്ദ നമുക്ക്. കാരണം ആ പാടാനുള്ള ഒരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ അതിനുള്ള സമയം നമുക്ക് കണ്ടെത്തിയാൽ നമുക്ക് കുറച്ചും കൂടെ പാടാൻ പറ്റുമല്ലോ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല നന്നായിട്ട് ഈ പാട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ കേൾക്കാൻ. മക്കൾക്ക് പാട്ട് പാടിക്കൊടുക്കാറുണ്ടോ? ഉണ്ട്. എങ്ങനെ കുഞ്ഞിലേ അവർക്ക് പാട്ട് പാടും? കുഞ്ഞിലേ അവർക്ക് പാടിക്കൊടുത്ത ഏതെങ്കിലും പാട്ട്? മോന് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്. മോന്റെ പേര് വെച്ച് തന്നെ തുടങ്ങുന്ന പാട്ടാണ്. അരവിന്ദ് എന്ന് പറഞ്ഞിട്ട്, അരവിന്ദ് നയന എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. ഓക്കെ. അരവിന്ദ നയനാനിൻ അനുവാദം കൊതിച്ചു ഞാൻ അലയുന്ന വഴികൾ നീ
വിന്ദിന് മാത്രം പാടിക്കൊടുക്കുമ്പോൾ മോക്ക് പിണക്കുണ്ടാവാറില്ലേ? അതെ. അപ്പൊ മോളുടെ പേര് വെച്ചിട്ട് പാട്ട് എന്തെങ്കിലും ഉണ്ടോ? മോള് ഇതിപ്പോ പാട്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ മോളുടെ ഹെൽപ്പും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മോള് പറഞ്ഞു എന്റെ പേര് വെച്ചിട്ട് ഒരു പാട്ട് പാടണമെന്ന്. ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. മോളുടെ പേര് ലക്ഷ്മിയാണ്. ലക്ഷ്മി. ലക്ഷ്മി വെച്ചിട്ട് ഇപ്പൊ നമുക്ക് ഏത് പാട്ടാ ഉള്ളത്? കുറച്ച് തപ്പി, എനിക്കറിയാവുന്ന പാട്ടുകളൊക്കെ തപ്പി, അതിലൊന്നും ഇല്ല. അതെ അതെ, എനിക്കും പെട്ടെന്ന് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഡിവോഷണൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും അല്ലേ? ഡിവോഷണൽ ഉണ്ടാവുമായിരിക്കും. അതെ, കുറച്ച് ഞാൻ തപ്പി കിട്ടിയില്ലല്ലോ. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്തായാലും ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് ലക്ഷ്മിയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാട്ട് എന്തായാലും നമുക്ക് തപ്പിയെടുക്കണം കേട്ടോ. ഓക്കെ വൃന്ദ. അപ്പോൾ പിന്നെ പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഒന്നുമില്ല. കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് ഇഷ്ടമാണ്. എന്താണ് ഫേവററ്റ് ഐറ്റം കുക്ക് ചെയ്യുന്നത്? ബിരിയാണി. ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് ബിരിയാണി ഉണ്ടാക്കിയിട്ട് വരണം. ഓ, ഉറപ്പായിട്ടും. ബിരിയാണി ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ വെജിറ്റേറിയനിൽ ഇങ്ങനെ ബിരിയാണി കിട്ടുമ്പോൾ കഴിച്ചവരെല്ലാവരും ഭയങ്കര നല്ലതായിട്ട് പറയാറുണ്ട്. ശരി. അപ്പം അടുത്ത നല്ലൊരു ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാം. ഉറപ്പായിട്ടും. പിന്നെ നമ്മുടെ ഗായകരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയോ അല്ലെങ്കിൽ ഗായകനോ ആരെയാണ്? എല്ലാവരെയും ഇഷ്ടമാണ്. പാട്ട് നല്ലതായിട്ടുള്ളവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമുള്ള ഗായികയോ ആരാണ്? ഇഷ്ടമുള്ള ഒരു ഗായിക ആരാന്ന് ചോദിച്ചാൽ ചിത്ര ചേച്ചിയാണ് ഇഷ്ടം കൂടുതലും. ചിത്ര ചേച്ചിയുടെ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ വൃന്ദയ്ക്ക് ഇഷ്ടം ചിത്ര ചേച്ചിയെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് വേണമല്ലോ. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട് പാടുമോ? അത് ഡ്യൂട്ടാണ് ശരിക്കും. ഓക്കെ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. അത് ചിത്ര ചേച്ചിയും MG ശ്രീകുമാറും കൂടെ പാടിയൊരു പാട്ടാണല്ലേ? നല്ലൊരു പാട്ടാണ്. വൃന്ദ ഒത്തിരി പഴയ പാട്ടുകളുടെ ആളാണ്. അപ്പോൾ പഴയ പാട്ടുകൾ നല്ല കുറേ പഴയ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തൊരു എന്തായാലും പഴയ പാട്ടായിരിക്കുമല്ലോ, ഒരു പാട്ട് കൂടെ പാടാൻ പറ്റുമല്ലോ. ഒരു പാട്ട് കൂടെ പാടും. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. നിമിഷങ്ങൾ തൻ കൈകൂടന്നയിൽ നീയൊരു നീലാഞ്ജന തീർത്ഥമായി പുരുഷാന്തരങ്ങളെ കോൾമയിൽ കൊള്ളിക്കും പീയൂഷവാഹിനിയായി ഹിമശൈല സൈകത ഭൂമിയിൽ വന്നു നീ പ്രണയപ്രവാഹമായി വന്നു. അതികൂട സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു. പ്രഥമോദ ബിന്ദുവായി തീർന്നു. വളരെ ഒരു പഴയ പാട്ടല്ലേ? അതെ, നല്ല രസമുള്ള പാട്ടാ. ശരിക്കും നന്നായിട്ട് പാടി വൃന്ദ കേട്ടോ. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം വൃന്ദ. അബുദാബിയിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ എത്തി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിൽ. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. എനിക്കും ഭയങ്കര സന്തോഷം, ഇങ്ങനെ ഇതിൽ വിളിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, നന്ദി. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത അതിഥിയുമായി ഗാനാമൃതത്തിലേക്ക് കാണാം. നന്ദി, നമസ്കാരം.
താങ്ക് യു.